ഇന്ന് ലഞ്ചിന് ഉച്ചയ്ക്ക് കിട്ടിയത് ഞണ്ടാണ്. അപ്പോൾ ഞണ്ട് കൊണ്ട് പെട്ടെന്ന് ഞണ്ട് അങ്ങനെ കറി വെക്കാനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അമ്മ അത് ഞണ്ടെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി തന്നു. ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതായത് പച്ചമുളക്, സവാള, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് വഴറ്റി അതിനകത്ത് തക്കാളിക്കും ഇട്ട് വഴറ്റിയാണ് നമ്മൾ എടുക്കുന്നത്. ഇത് വെക്കുന്നത് ചട്ടിക്കകത്ത് വിറവടുപ്പിലാണ് കേട്ടോ. അമ്മയ്ക്കെല്ലാം വിറവടുപ്പിനകത്ത് വെക്കണമെന്നാണ് ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ വിറവടുപ്പിനകത്ത് വെക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ആവശ്യമായിട്ടുള്ള പൊടികളിടാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അല്പം കുരുമുളക് പൊടിയാണ് ഇതിനകത്ത് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നല്ല വൃത്തിക്ക് ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് മൂത്ത് പോകരുത്, ഒന്നൊരു അത്യാവശ്യം പരുവത്തിന്. എന്നിട്ട് അതിലേക്ക് അല്പം നമ്മൾ വീട്ടിലിപ്പോൾ പൊടിച്ച ഗരം മസാലയാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് മസാല ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഒരല്പം വെള്ളം ഒരു ബഗ്ഗിനകത്ത് എടുത്തിട്ട് ഒഴിച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ കറിക്ക് തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിളച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞണ്ടിട്ട് കൊടുക്കാം. ഞണ്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 10-12 മിനിറ്റ് 13 മിനിറ്റ് ഒന്ന് വേവിക്കാം. സ്ലോ ഫയറിലാണ്, എപ്പോഴും തീ കുറച്ചിട്ട് വേണം വേവിക്കാൻ. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് വെന്ത് വരും. അപ്പോൾ തിള വന്നിട്ടുണ്ട്. അല്പം ഉപ്പിട്ട് കൊടുക്കാം. മീൻകറി എപ്പോഴും വെള്ളത്തിലാണ് വെക്കേണ്ടത്. ആണോ? മീൻകറി അല്ലല്ലോ, ഞണ്ട് കറി ഇല്ലേ? ഏത് കറിയാണ് ഇങ്ങനെയുള്ള കറികൾ ചട്ടിയിലും വെക്കണം അല്ലേ? അതന്നെ, മൺചട്ടിയിൽ നമ്മൾ വേവിച്ചെടുക്കും. നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ മില്ലിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അതും കൂടെ ചിലപ്പം ചേർത്ത് നമുക്കൊരു 5 മിനിറ്റ്, ഒരു 2 മിനിറ്റ് കൂടെ വെച്ചിട്ട് അത് വാങ്ങി നോക്കുമ്പോൾ നമ്മുടെ അടിപൊളി ക്രാബ് മസാല അഥവാ ഞണ്ട് മസാലയിൽ വരട്ടിയെടുത്തത് റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഡിഷാണ്. അപ്പോൾ നമുക്ക് അല്പം എടുത്തും ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഉള്ള നന്നായി ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.